ഇവിടെ മിമിക്രിക്കായിട്ട് വന്നതല്ല, ഞാൻ വൈക്കം വിജയലക്ഷ്മിയെ കൊണ്ടുവന്നതാണ്. ഇവിടെ വന്നപ്പോൾ എന്നെ അറിയുന്ന സാറ് പറഞ്ഞ് ഇവിടെ MA യൂസഫ് അലിയുടെ ശബ്ദം ഒന്ന് അനുകരിക്കണം. MA യൂസഫ് അലിയുടെ ശബ്ദം അനുകരിച്ചായിട്ടാണ് വൈറലായത്. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കുകയാണ്. അദ്ദേഹം ഈ വേദിയിൽ വന്നാൽ എന്തായിരിക്കും പറയാം? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് വേദികളിൽ ഞാൻ പോയിട്ടുണ്ട്. ഇത്രയും നല്ലൊരു വേദി ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. അതുകൊണ്ട് എല്ലാവരുടെ കഷ്ടപ്പാടും വിഷമം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ വരാനും നിങ്ങളൊക്കെ കാണാനും പറ്റിയതുള്ള സന്തോഷം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്നായി ഇല്ലേ? അടുത്തായി ഭരത് മമ്മൂട്ടി. ബെല്ലാരി രാജ എല്ലടി എല്ലൂരി രാജ മാട്ടാനായിട്ട് ഉണ്ടായിട്ട് വേണ്ടടാ നച്ചിച്ചാമേരെ 6 പൊത്തലും 3 ചീട്ടലും വെച്ച് ബെല്ലാരിയിൽ വ്യാപാരം തുടങ്ങിയവനാണ് ഞാൻ. ഇപ്പൊ 6 ലോഡല്ല 6000 ലോഡിന്റെ വ്യാപാരമുണ്ട്. എന്നോട് മുട കാണിച്ചാലുണ്ടല്ലോ പൈലടിച്ച് നൊന്തകളും കേട്ടാ. ആന്തറാസ് കൂന്തറാസ് തള്ളെ കെലിപ്പ് തീരണില്ലല്ല. പൊടെ 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 മതിയില്ലേ? അടുത്തതായി സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. ചത്ത് ദഹിച്ചു പോയതിനോട് പകയല്ല, അറപ്പാണ്. എന്റെ ജീവിതം നിരപരാധിയായ എന്റെ ജീവിതം അതിലെ വെളിച്ചം തള്ളിക്കിരുത്തി 6 വർഷം സെൻട്രൽ ജയിലിന്റെ ഇരുട്ടിലേക്ക് നിസ്സാരമായി തള്ളിയ നിന്റെ തന്നയുടെ നെഞ്ചികേറി ചോര കുടിക്കുന്ന ഒരു സ്വപ്നം എനിക്കുണ്ടായിരുന്നു. എന്താ ചെയ്യ, ചുമ്മാ. പിന്നെടുക്കുന്നു മാമുക്കോയ. പാലസ്ന കൊച്ചു കള്ള നായിന്റെ മോന്തമാണ്. നമ്മൾ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളൊരു പാട്ട് പാടാൻ വന്നതാണ്. ചിക്ക് ബുക്ക് റൈലേ കലിക്കിത്ത് പാറിയ സ്റ്റൈലേ. നമ്മൾ പോയിട്ട് പിന്നെ വരാം. പ്രിയമുള്ളവരെ, ഒരുപാട് പരിപാടികൾ നടക്കാനുണ്ട്, അതുകൊണ്ട് നിർത്താണ്. പിന്നെ ഇനി ഒരു സ്റ്റേജ് കിട്ടുകയാണെങ്കിൽ എല്ലാ പരിപാടിയും കൂടി ചെയ്യാം. ഇങ്ങനെ ഒരു വേദി എനിക്ക് തന്നതിന് ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സിനും സാറിനുമുള്ള നന്ദി പറഞ്ഞുകൊണ്ട്, കൊച്ചുകുട്ടികൾക്ക് മാത്രം പറ്റിയൊരു ഐറ്റം നമ്മളറിയാം. മിമിക്രി പഠിപ്പിക്കുമ്പോൾ എല്ലാവരും പറയും ട്രെയിനിൻ്റെ ശബ്ദം പഠിക്കാൻ. നമ്മളിപ്പോൾ റെയിൽവേ ട്രാക്കിൽ പോയി നിന്നിട്ട് ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ പോകുന്നത് ട്രെയിൻ പോകുന്ന ശബ്ദം കുട്ടികൾക്കും വേണ്ടി മാത്രമാണ്.